ഹായ് ഫ്രണ്ട്സ്, പാച്ചൂസ് കാസ്ക്യൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കുതിരേൻ്റെ വാഷ് ചെയ്യുന്നത്, അതിൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നതൊക്കെയാണ്. അതുപോലെ തന്നെ അതിന് കടിഞ്ഞാണിടുന്നത്, സാഡിൽ കുടുക്കി സഞ്ചരിക്കുന്നതൊക്കെയാണ്. അപ്പം നമ്മുടെ കുതിരയാണ്, താവൂസ് എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ഇവനെ എങ്ങനെയാണ് നമ്മൾ ഓടിക്കുന്നത്, അവനെ നമ്മൾ പരിപാലിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചറിയാം. ഇതിൻ്റെ കടിഞ്ഞാണാണിത്. കടിഞ്ഞാൻ ഇതിന് വായ്ക്കുള്ളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കുതിരയ്ക്ക് നമ്മൾ കടിഞ്ഞാണൊക്കെ ഇട്ട് അവനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൺട്രോളിലാണ്. പിന്നെ നമ്മൾ കുതിരയ്ക്ക് സ്ഥിരമായിട്ട് എൻ്റെ ബോഡി നമ്മളെപ്പോഴും ഗ്രൂം ചെയ്ത് കൊടുക്കണം. പഴയ രോമങ്ങളൊക്കെ അത് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല ഫിനിഷിങ് ആക്കി എടുക്കണം. രോമങ്ങളും പൊടികളും ഫംഗസൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ബോഡിയിൽ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കുതിരയുടെ ഹെയർ, അതുപോലെ വാല്, ഇത് രണ്ടും നന്നായിട്ട് നമ്മൾ കുളിപ്പിച്ച് നല്ല ഷാമ്പു ഇട്ട് കഴുകിയതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കണം ചീപ്പ് വെച്ചിട്ട്. അപ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇത് ഷാമ്പു ഇട്ട് കഴുകിയതിന് ശേഷം ഇതെല്ലാം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം കണ്ടീഷണർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ചീകി കൊടുക്കണം. ഇങ്ങനെ ക്ലിയർ ആയിട്ട് ചീകി കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഹെയറൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കും. ശരിക്കും ഹെയർ നല്ല ഭംഗിയായിട്ട്, ശരിക്കും സ്ത്രീകളുടെയൊക്കെ നല്ല മുടി പോലെ തന്നെ അതിനേക്കാളും തിക്കായിട്ട് കിടക്കുന്നുണ്ട്. ഹെയറൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയായിട്ട് കൊടുത്താൽ തന്നെ കുതിരയെ നമുക്ക് കാണാൻ തന്നെ ഭംഗിയുണ്ടാവും. ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നിയൊക്കെ ഇടാം. പല രീതിയിലും പല ഡിസൈനിലും നമുക്ക് പിന്നിയൊക്കെ മുടി ഇടാവുന്നതാണ്. നല്ല ഭംഗിയോടുകൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ബോഡി തന്നെ ഇപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയി. ഇപ്പോൾ നമുക്ക് ബോഡിക്ക് നല്ലൊരു തിളക്കം ബോഡിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുതിരയുടെ വാലാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ വാല് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ചെളിയൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം നല്ല ഷാമ്പു ഇട്ട് കഴുകുക. കഴുകിയതിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞ് കണ്ടീഷണർ അടിച്ചു കൊടുക്കുക. പിന്നെയാണ് നമ്മൾ ചീകി എടുക്കേണ്ടത്. പല കുതിരകൾക്കും പല സ്വഭാവമാണ്. ഇപ്പോൾ നമ്മുടെ കുതിരനെ നമുക്കറിയാം, വളർത്തുന്നതിനനുസരിച്ച് നമ്മളോട് നിൽക്കുന്ന അറ്റാച്ച്മെൻ്റ് അനുസരിച്ചിരിക്കും. വാലിലൊക്കെ പിടിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി വേണം പിടിക്കാൻ. ശരിക്കും ചീകിയിട്ടുണ്ട്. ചീകി നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ശരിക്കും നല്ല ഇടതൂർന്ന് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. ഒരു റെഡിഷ് കളറുണ്ട് ഇതിൻ്റെ വാലിൻ്റെ അറ്റത്ത്. അങ്ങനെ നമ്മൾ സവാരിക്ക് വേണ്ടിയിട്ട് ഇറക്കുവാണ്. സവാരിക്ക് ഇറക്കുന്ന സമയത്ത് നമ്മൾ കുതിരയുടെ മുകളിൽ ഒരു ബെഡ് ഇടണം. അതുപോലെ തന്നെ അതിൻ്റെ സീറ്റുണ്ട്, ഇരിക്കാനുള്ള സീറ്റും ചോട്ടാണ്, സാഡിലെല്ലാം കൂടെ കൂടിയിട്ടുള്ള. അങ്ങനെ നമ്മൾ റൈഡ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ റൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ സാഡിൽ ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ കടിഞ്ഞാൻ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു ബെഡുണ്ട്. ആ ബെഡ് സെറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിലാണ് ഇരിക്കാനുള്ള സീറ്റും ചവിട്ടാനുള്ള സെറ്റാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
അങ്ങനെ നമ്മൾ റൈഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നതാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സീറ്റ് അടിയിലൊരു ബെഡും അതിന് മുകളിൽ സീറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ചെസ്റ്റ് ബെൽറ്റാണ് ഈ കാണുന്നത്. കടിഞ്ഞാണും എല്ലാ സംവിധാനം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുതിരയുടെ പുറത്ത് കയറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവൻ്റെ പേര് താവൂസ് എന്നാണ്. അവനിപ്പോൾ തീറ്റ തിന്നുന്ന ധൃതിയിലാണ്. അവനിപ്പോൾ തീറ്റയാണ് തിന്നേണ്ടത്. അവനിപ്പം പുല്ല് തിന്നുന്ന തിരക്കിലാണ്. അപ്പോൾ അവൻ നമ്മളെ മൈൻഡാക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുതിരപ്പുറത്ത് കയറാൻ നോക്കുവാണ്. അപ്പം ആദ്യം നമ്മൾ കയറുന്ന ഇടത് സൈഡിൽ നിന്നാണ് ശരിക്കും കുതിരപ്പുറത്ത് കയറുക. ഇടത് കാല് നമ്മൾ സൈഡിൽ ചവിട്ടിയിട്ടാണ് കയറുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കാല് നമ്മൾ മുഴുവനായിട്ട് ഇതിന് സാഡിനുള്ളിൽ കയറ്റരുത്. കാരണം എന്തെങ്കിലും കേസ് നമുക്കൊരു അപകടമോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് റിലീസ് ചെയ്ത് നമുക്ക് ചാടാൻ പറ്റില്ല. കാല് കുടുങ്ങി പോകും. അതുകൊണ്ട് തന്നെ കാല് നമ്മൾ ഇത്രയും ഇതിനകത്ത് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ കാല് കുടിക്കിയതിന് ശേഷം ഒരു ആക്ഷനിൽ നമ്മൾ ചാടി കുതിര പുറത്തേക്ക് കയറിയിരിക്കുക. ഇപ്പോൾ നമ്മൾ കുതിരയുടെ പുറത്ത് കയറിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കുതിരയെ റൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് സൈഡിലേക്കാണ് നമുക്ക് തിരിക്കേണ്ടത് ആ സൈഡിലേക്ക് നമ്മൾ കുതിരയെ തിരിച്ചു കമാൻഡിങ് കൊടുത്തു. കുതിര മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എൻ്റെ മോളാണ് ഐറിൻ. ഐറിനെ ഇരുത്തിക്കൊണ്ട് നമ്മൾ കുതിരപ്പുറത്ത് ഇപ്പോൾ റൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളും ഹാപ്പിയായി. അപ്പോൾ താവൂസിന് അറിയാം പിള്ളേർ കയറിയാൽ വേറൊരു മൈൻഡും നമ്മൾ കയറുമ്പോൾ വേറെ മൈൻഡുമാണ്. അപ്പം റൈഡിങ് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇത് കുതിരയുടെ എല്ലാ കാര്യങ്ങളും റൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. കുട്ടികളോ മുതിർന്നവരോ ആർക്കെങ്കിലും കുതിര സവാരി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ പാച്ചു സ്റ്റാഫ് സൈനിങ് ഔട്ട്.